സർ, സാധാരണക്കാരൻ നിത്യോപയോഗ സാധനങ്ങൾ മാർക്കറ്റിലേക്ക് പോയി മേടിക്കാൻ പോകുന്ന ആളുകൾക്ക് അവരുടെ ദുരവസ്ഥ എന്താണ് സർ? ഞാൻ മാർക്കറ്റിലെ എല്ലാത്തിൻ്റെ വിലയൊന്നും ഞാനിവിടെ പറയുന്നില്ല. ഓപ്പൺ മാർക്കറ്റിലെ വില നമുക്ക് എല്ലാവർക്കും അറിയാം, ഓരോ സാധനങ്ങളുടെയും. സർ, ഒരു മാസത്തിലുണ്ടായിരിക്കുന്ന വ്യതിയാനം, തക്കാളി കഴിഞ്ഞ മാസം 40 രൂപയായിരുന്നു, ഇപ്പോൾ 80 ആയി. ബീൻസിന് 80 ആയിരുന്നു, 130 ആയി. അച്ചിങ്ങയ്ക്ക് 50, 80 ആയി. ക്യാരറ്റിന് 40 ആയിരുന്നു, 70 ആയി മാറി. വെണ്ടയ്ക്കയ്ക്ക് 25, 30 ഒക്കെ ഉണ്ടായിരുന്നു, 60 ആയി മാറി. സർ, അതിങ്ങനെ പച്ചക്കറി ഓരോ ഐറ്റം, പച്ചമുളക് 60 ഉണ്ടായിരുന്നു, 140 ആയി മാറി. സർ, പല വ്യഞ്ജനങ്ങളുടെ കണക്കിലേക്ക് വന്നാൽ അരി, മട്ടയരി 58 ആയിരുന്നു, 64 ആയി. വൻപയർ 130 ആയി, ചെറുപയർ 160 ആയി. സർ, ഓരോ സാധനങ്ങളും എടുത്ത് പരിശോധിച്ചാൽ പരിപ്പ് 130 ആയി, തുവരപ്പരിപ്പ് 160 ആയിരുന്നു, 190 ആയി. പഞ്ചസാരയ്ക്ക് 43 ആയി. സർ, മറ്റേ ഇനങ്ങൾ, ഇനി മത്സ്യത്തിന്റെ കാര്യത്തിലേക്ക് വന്നാൽ സാധാരണക്കാരൻ ഏറ്റവും കൂടുതൽ കഴിക്കുന്ന മത്തിയുടെ വില ഇപ്പം എത്രയാ സർ? 300 രൂപയിലധികമായി ഇന്ന് 1 കിലോ മത്തിയുടെ വില മാറിയിട്ടുണ്ട്. സർ, സാധാരണക്കാരൻ ഉപയോഗിക്കുന്ന സാധനങ്ങളാണ്. സർ, ഹയലയുടെ വില ഏത് മത്സ്യം എടുത്ത് പരിശോധിച്ചാലും സർ അത് മാത്രമാണോ? ഇന്നിപ്പോ കാളാഞ്ചിയും കരിമീനും നെയ്മീനും ഒന്നും ഒരു സാധാരണക്കാരന്റെ തീന്മേശയിൽ അവന് സ്വപ്നം കാണാൻ പോലും സാധിക്കാത്ത തരത്തിൽ വില വർദ്ധിച്ചിരിക്കുകയാണ് സർ. സർ, ചിക്കന് 170 രൂപ. ഇവിടെ 85 രൂപയ്ക്ക് ചിക്കൻ കൊടുക്കുമെന്ന് പറഞ്ഞ ഒരു മന്ത്രി നിയമസഭയിൽ ഉണ്ടായിരുന്നു. സർ, ഇപ്പൊ 85 രൂപയ്ക്ക് ചിക്കന്റെ കാല് പോലും കിട്ടാത്ത അവസ്ഥയിലായി. സർ, ഇതാണ് ഇന്നത്തെ അവസ്ഥ. അടിക്കടിയായിട്ട് വില വർദ്ധിച്ചിട്ടും ഇതൊന്നും ഇവിടെ സംഭവിച്ചിട്ടില്ല എന്ന മട്ടിലാണ് ഈ സർക്കാരുമായി ബന്ധപ്പെട്ടുകൊണ്ട് മന്ത്രിമാരായാലും സർക്കാരിന്റെ ഉദ്യോഗസ്ഥരായാലും ഒക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്.